ഞങ്ങളുടെ മുഖ്യ കാർമ്മികൻ ഷെഫിന്റെ ഫോട്ടോ ഉണ്ട്. ഞങ്ങളുടെ മുഖ്യ കാർമ്മികൻ ചേട്ടാ, ഇത് പരിപാടി വിജയം തന്നെയാണോ? വിജയം തന്നെ 100. പക്ഷേ ഇത് ഇതിനകത്ത് ഉടനെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ബീഫ് അങ്ങോട്ട് അത് ലാസ്റ്റ് ചിരട്ടക്കടലിനകത്ത് മുരിച്ചെടുക്കണം. നല്ല തീയിട്ട് കഴിഞ്ഞാൽ ലാശം അവനെ ഒന്ന് ആറിച്ചെടുക്കത്തില്ല. നമ്മൾ ചോറും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്ത് തിരിച്ചെടുത്തില്ല. അതുകൊണ്ട് അത് മുരിച്ച് വേണം അവനെ എടുത്ത് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും വെക്കണം. പറഞ്ഞ മനസ്സിലായി. എന്നിട്ട് ഇവനെ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുക. രണ്ടു ഭാഗവും തിരിച്ചു വെക്കാൻ പറ്റുന്ന അന്നേരം ഇവനെ ഇങ്ങനെ അങ്ങോട്ട് വെക്കും. തിരിച്ചു വെക്കാൻ പറ്റുന്ന അവസ്ഥയിൽ തന്നെയാണ് നേരത്തെ ഉണ്ടായ ചെറിയ ഭാഗപ്പിഴകൾ ചേട്ടൻ ഓവർകം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ മുഖ്യ കാർമ്മികന്റെ ശ്രദ്ധയ്ക്ക് നേരത്തെ ഉണ്ടായ ചില അപാകതകൾ, അത് എല്ലാവരിൽ നിന്നും അപാകതകളൊക്കെ ഉണ്ടാകുന്നത് അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. ഇതിലേക്ക് അവസാനം ധാര അനുവദിച്ചിട്ടില്ല. എല്ലാം അല്ല, പരാതി ഉള്ളവർക്കൊക്കെ ഇപ്പൊ പറയാൻ കേട്ടോ. പരാതി പരിവുണ്ടെങ്കിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ? പരാതിയില്ല, വൃത്തിയായിട്ട് ട്രൈ ചെയ്തെടുത്താൽ മതി. കൈയൊക്കെ പിന്നെ മുഖ്യ കാർമ്മികൻ അദ്ദേഹം അടുത്ത പൂജയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. പൂജാതി കർമ്മ സാധനങ്ങൾ എത്താത്തതിന്റെ വൈകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, എല്ലാം മംഗളമായിട്ട് അങ്ങോട്ട് എല്ലാം ഓക്കെയാണ്, ഒരു വിഷയമില്ല, എല്ലാം മംഗളമായിട്ട്. കരിയാപ്പയുടെ പൂവൊന്നുമില്ല. ഓ ഓം പ്രാണായ പ്രാണം ചിക്കനായ വാ ഓം കരിയാപ്പരിയാ പരികൃതി സംഘാടക സമിതിയിലെ സത്യട്ട വള്ളംകളിയുടെ വിഷമമായിരുന്നു ഇന്നലെ. ഏകദേശം ഒരു പരിധി വരെ മാറിയില്ലേ? അല്ല, ഇന്നലത്തെ പറ, എന്തെങ്കിലും പറ. എനിക്ക് വള്ളംകളി ഞങ്ങൾ ഇന്നലെയൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കണമെന്നും ഇന്ന് ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ നമ്മൾ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ച്. പക്ഷെ അത് 4 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ടപ്പോൾ നമുക്ക് മാനസികമായിട്ട് പ്രയാസമായി പോയി. തിരുവോണം പോലും നമുക്ക് അത്ര ഇതില്ല. വള്ളംകളി ഏറ്റവും വലിയ ആഘോഷം. ഹൈക്കോടതി വിധിയെ തുടർന്ന് വള്ളംകളി നഷ്ടപ്പെട്ടതിന്റെ വേദന കൂടുതൽ അനുഭവിക്കുന്ന വേറൊരാളോട് അല്ല, നമ്മുടെ വേദന അറിയില്ല. വള്ളംകളിയിലെന്ന് വെച്ചാൽ ഒരു പെണ്ണ് കെട്ടാതെ തുല്യമാണ് നമ്മുടെ വള്ളംകളി. കറക്റ്റ് ആകുമ്പോ എന്താ അറിയോ, നമ്മൾ അതുകൊണ്ട് ആഘോഷിച്ച വ്യക്തിയാകുമ്പോ അതല്ല വള്ളംകളി നമ്മൾ പ്രധാനമാകുമ്പോ അത് നമ്മള് എന്ത് വള്ളംകളി നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം വള്ളംകളിയാണ്. വള്ളംകളി പിന്നെ എന്തുവാ ജീവിതത്തിൽ നമ്മുടെ കേശവരുടെ ഭാഗത്ത് ജീവിതത്തിന് കഥയില്ല. വള്ളംകളില്ലാതെ ജീവിതം നമുക്ക് തോന്നും. അതിന്റെ ആ സംഭവമാണ് ഇപ്പൊ നമ്മൾ തീർക്കുന്ന മൊത്തം. ഇതെന്തുവാ പിന്നെന്താ ആ വിഷമം വാങ്ങി സംഭവം പിന്നെന്താ ഏറ്റവും വലിയ സന്തോഷമുണ്ട് കുട്ടിയുണ്ടാവും. ഒരു കള്ളം കെട്ടിയ ഒരു കുട്ടി ഉണ്ടാകുന്നത്. ആ കുട്ടി ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് വള്ളംകളി അതല്ലേ കറക്റ്റ് ആകുമ്പോ. അതാണ് നമ്മളെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ അനുഭവം പറഞ്ഞു. ഇവിടുത്തെ അനുഭവം ഇവിടുത്തെ അനുഭവം പറ. ഞങ്ങൾ വള്ളംകളി ആഘോഷിക്കാൻ വന്നതായിരുന്നു. പക്ഷെ വള്ളംകളി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഇത് നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഹൈക്കോടതി വിധി മോശം പ്രതീക്ഷിച്ചില്ല. അതാണ് വിഷയം. ഞാൻ തിരിച്ചു വരാം. 1-2 ആൾക്കാരുടെ മണിയണ്ണനെ കന്നറ്റ് ജലോത്സവം എൻ്റെ ചെറുപ്പകാലത്ത് തൊട്ടേ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് തൊട്ടേ വരുന്ന ഒരു അനുഭവമായിരുന്നു. ഓണത്തിൻ്റെ നമ്മുടെ ഒരു അനുഭവം, ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വള്ളംകളി നമുക്ക് വളരെ ഉത്സാഹവും ആവേശമൊക്കെ തരുന്നതാണ്. അങ്ങനെ ആവേശപൂർവ്വം വള്ളംകളിക്ക് കന്നറ്റ് വന്നപ്പം അതില്ല എന്നുള്ള നമ്മള് നിരാശനായി. നമ്മുടെ ഈ കന്നറ്റ് ജലോത്സവമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ രാജൻ രാജന്റെ ജീവിതത്തിലെ വർഷത്തിലെ ഒരു ഉത്സവമേ ഉള്ളൂ. അത് ഈ കന്നറ്റ് ജലോത്സവം തന്നെ ആയിരുന്നു. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് എനിക്കറിയാം. ഇതിനകത്ത് ഇപ്പൊ വിഷമം വന്നത് ഇവർക്ക് കുറെ ആൾക്കാർക്കാണ്. പക്ഷെ ഒരു പരിധി വരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പൊ നിങ്ങൾ രാജന്റെ ഗസ്റ്റ് അല്ലേ നിങ്ങളൊക്കെ? അതെ.
മോന്റെ കേസാണ് ഞാൻ അതിന്റെ അപ്പൊ എന്തായാലും ഈ നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനൊന്നും അല്ല പ്ലാൻ ചെയ്തത്. എന്നാലും നിങ്ങൾ ആ ഒരു വിഷമം നിങ്ങളുടെ ഒരു പരിധി വരെ മാറിയില്ലേ? ഒരു പരിധി വരെ നമ്മളിപ്പം നമ്മളെല്ലാം കൂടെ ആഘോഷിച്ച് വള്ളംകളിക്ക് പോരാൻ മറ്റേ വള്ളംകളിയായിട്ട് മാറ്റി നമ്മളിത് ആഘോഷിച്ച് റെഡിയാക്കി. ഞാനേ ബാക്കി ആൾക്കാരൊന്നും പോട്ടെ. നമുക്ക് മാനസികമായിട്ട് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വള്ളംകളിയാണ്. ആ ഒരു പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും. ലീവ് എടുത്തു പോലും ആ ഒരു ദിവസത്തേക്ക് നമ്മൾ വന്നത് ഇത് ആഘോഷിക്കാൻ വേണ്ടിയാണ്. ഇറ്റ്സ് സെലിബ്രേറ്റഡ്, ദാറ്റ്സ് ഓൾ. പിന്നീട് വേറെ മറ്റു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഞങ്ങൾ ആ ഒരു വള്ളം ഞങ്ങളിനി ഈ വള്ളം കളിക്കുന്നില്ല. ഞങ്ങൾ ഇനി ഇവിടുത്തെ വള്ളം വേണ്ട. ഞങ്ങൾക്ക് വള്ളങ്ങളില്ല. ഞങ്ങൾ അടുത്ത വള്ളംകളി കളിക്കുന്നത് കനേറ്റി ജലോത്സവം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ യുവജനങ്ങൾ ജാതിമത ഭേദമന്യേ ദാസേട്ടൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന ഗുരുദേവൻ പറഞ്ഞതിൻ്റെ കൂട്ടും നമ്മൾ ഇനി ഉള്ള ഒരു ജലോത്സവം നമ്മൾ ഐക്യ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന രീതിയിൽ നമ്മൾ കളിക്കും. വളരെ ഗംഭീരമായിട്ട് കളിച്ചിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇത് എൻ്റെ മനസ്സിൽ തട്ടി പറയുകയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്മ പറയട്ടെ. മുഖ്യ കാർമ്മികൻ എന്തോ പറയാറുണ്ട്. മുഖ്യ കാർമ്മികനിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന് എന്തോ പ്രതികരിക്കാറുണ്ട്. മുഖ്യ തന്ത്രി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പ്രഖ്യാപനങ്ങളും ആപ്തവാക്യങ്ങളും ഒക്കെ സാധൂകരിക്കുന്ന ഒരു ലെവലില് ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹത്തിന്റെ വചനങ്ങളിൽ മദ്യപിക്കരുത് പറഞ്ഞപ്പം എനിക്കത് പാലിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മദ്യപാനിയാണ്. പക്ഷേ ഒരു ജാതി ഒരു മതം ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതാണ്. പക്ഷെ സംഭവത്തില് ഇവിടെ വള്ളംകളിയുടെ കാര്യത്തിൽ ഈ കാണിച്ചു കൂടുന്ന